സാധാരണക്കാരെ അഭിനയം പഠിപ്പിച്ച കുഞ്ഞൻ വീഡിയോകളുടെ തലതൊട്ടപ്പൻ. ടിക്ടോക്ക് നായകൻ ഇപ്പോൾ ചൈനയിലെ ഏറ്റവും ധനികനാണ്. നേടിയതോ 550 കോടി രൂപയിലേറെ. ബൈറ്റ് ഡാൻസിന്റെയും ടിക്ടോക്കിന്റെയും ഒക്കെ സ്ഥാപകനായ യാങ് ഷിമിങ്ങിന്റെ ജീവിതം മാറ്റിമറിച്ചത് ടിക്ടോക്ക് ആണ്. 2012 ബൈറ്റ് ഡാൻസ് ആരംഭിച്ചതും ടിക്ടോക്കിന്റെ വലിയ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയതും ഒക്കെ യാങ് ഷിമിങ് ആണ്. വളരെ ചെറിയ തുടക്കത്തിൽ നിന്ന് കമ്പനിയുടെ മൂല്യം പറഞ്ഞത് $30,000 കോടി ആയാണ്. ഇത് അദ്ദേഹത്തെ ആഗോളതലത്തിൽ ശ്രദ്ധേയനാക്കി. AI ബേസ്ഡ് കോണ്ടന്റ് പ്ലാറ്റ്ഫോമിന്റെ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്ത യാങ് ഷിമിങ് 2012 ബൈറ്റ് ഡാൻസ് ആരംഭിക്കുന്നത്. ഷോർട്ട് വീഡിയോ ആപ്പ് വലിയ വിജയമായി മാറി. US-ലെയും യൂറോപ്പിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും ഉപഭോക്താക്കളെ നേടിയെടുക്കാൻ സാധിച്ചു. എന്നാൽ ടിക്ടോക്കിലൂടെയുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചു. ഇന്ത്യയിൽ ചെറുപ്പക്കാർക്കിടയിൽ ഏറെ ജനപ്രീതി ആർജിച്ച ഈ ചൈനീസ് ആപ്പ് കേന്ദ്ര സർക്കാർ പിന്നീട് നിരോധിക്കുകയായിരുന്നു. ടിക്ടോക്കിന് ലോകത്ത് തന്നെ ഏറ്റവും അധികം ഉപഭോക്താക്കളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ടിക്ടോക്ക് എന്ന ഒരൊറ്റ ആപ്പ് വഴി ഒരുപാട് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ ഒരു മടി കൂടാതെയാണ് കടന്നു വരുന്നത്. ജനങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാർഗം തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ എങ്കിൽ മെൻഷൻ ചെയ്യൂ.